സംസ്ഥാനത്ത് മരുന്ന് സംഭരണത്തിലെ കുടിശ്ശിക തീർക്കാൻ നട്ടം തിരിഞ്ഞ സർക്കാർ 2025 ജനുവരി 1-ാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം സർക്കാർ KMSCLന് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 693 കോടി രൂപ. അവശ്യ മരുന്നുകളുടെ സംഭരണത്തിലുള്ള ടെൻഡർ നടപടിക്രമങ്ങളെ വർദ്ധിച്ചു വരുന്ന കുടിശ്ശിക ബാധിച്ചേക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ചേർന്നു. രശ്മി, ആരോഗ്യ വകുപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു എന്നുള്ളതാണല്ലോ ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. അതായത് ഈ വർഷം ജനുവരി 1-ാം തീയതി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ മരുന്നുകൾ വാങ്ങാൻ ഉള്ള കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് 693 കോടി രൂപ. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം മരുന്നുകൾ ലഭ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതല്ലേ പ്രധാനപ്പെട്ട വിഷയം? രശ്മി കാർത്തിക. അതെ വിനോദ്, വരുന്ന ഇനി മാസങ്ങളിൽ വലിയ രീതിയിലുള്ള മരുന്നു ക്ഷാമം സംസ്ഥാനത്ത് അനുഭവപ്പെടാനാണ് സാധ്യത. രൂക്ഷമായ മരുന്ന് പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കടക്കും. കാരണം നിലവിൽ ഇപ്പോൾ ഈ കമ്പനികൾക്ക് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 693 കോടി 78,70,740 കോടി രൂപയാണ് ഈ ഒരു കുടിശ്ശികയായിട്ടുള്ളത്. ഇതിൽ 2020-21 6.93 കോടിയായിരുന്നു കുടിശ്ശികയെങ്കിൽ ഇപ്പോൾ ഈ 2025 എത്തിയപ്പോൾ അത് 693 കോടിയായി ഉയർന്നു. അത് വലിയൊരു കണക്ക് തന്നെയാണ്. വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ് നിലവിൽ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ബജറ്റിൽ 356 കോടി രൂപയാണ് ഈ KMCL കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം വലിയ തുക കുടിശ്ശികയുള്ളപ്പോൾ ഈ ചെറിയ തുക അനുവദിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വകയിരുത്തിയത് കൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യം. മാത്രമല്ല, ആ തുക ഇനി എപ്പോൾ കിട്ടും എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്. 92 കമ്പനികൾക്കാണ് 1 കോടിയിലധികം രൂപ സർക്കാർ നൽകാനുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് വിവേക് ഫാർമകെം ലിമിറ്റഡ്, യൂണിക്കൂർ ലിമിറ്റഡ്, അക്യുലൈഫ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 3 കമ്പനികളുടെ കുടിശ്ശിക 50 കോടിയിലധികം രൂപയാണ്. അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിനും വലിയൊരു തുകയായിട്ട് കുടിശ്ശികയായിട്ട് ഉള്ളത്. അപ്പോൾ ഓരോ കമ്പനികൾക്കും ഈ വലിയ തുക കുടിശ്ശിക ഉള്ളത് കാരണം അവരൊക്കെ മരുന്ന് വിതരണം ചെയ്യാനാകില്ല എന്നുള്ളൊരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലും കമ്പനികൾ അത്തരത്തിൽ നിലപാടെടുത്തതിനെ തുടർന്ന് മരുന്ന് വിതരണം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആരോഗ്യമന്ത്രിയൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയൊക്കെ ഇടപെട്ടാണ് താൽക്കാലികമായിട്ടെങ്കിലും മരുന്ന് എത്തിച്ചത്. ഏതായാലും ഇത്രത്തോളം കോടി രൂപ കുടിശ്ശികയുണ്ട്. ഇതിൽ കടമെടുത്ത് ആ കുടിശ്ശിക തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിലൊക്കെ തന്നെയാണ് സർക്കാർ. പക്ഷേ ഈ രീതിയിൽ ഒരിക്കലും സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കടമെടുത്ത് വീണ്ടും ഈ കടം തീർക്കേണ്ട, കുടിശ്ശിക തീർക്കേണ്ട അവസ്ഥ, വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി, കടക്കെണിയിലേക്കൊക്കെയാണ് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയെ മാത്രമല്ല എല്ലാ മേഖലയും ഈ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കുടിശ്ശിക തുക പൂർണ്ണമായും കൊടുത്തു തീർത്തില്ലെങ്കിൽ മരുന്ന് വിതരണം ചെയ്യാനാകില്ല എന്നുള്ള നിലപാടിലേക്ക് ഈ കമ്പനികൾ മാറും. അങ്ങനെയാണെങ്കിൽ അത് ടെൻഡർ നടപടിക്രമങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. അവശ്യ മരുന്നുകൾ സംസ്ഥാനത്ത് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. വിനോദ്, അതെ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. കാരണം മരുന്ന് വാങ്ങുന്ന ഇനത്തിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ ബാധ്യതയായി മാറുന്നത്. മരുന്ന് വാങ്ങാനുള്ള കുടിശ്ശിക ഇനത്തിൽ തന്നെ 693 കോടി രൂപ നൽകാനുണ്ട്. 2025 ജനുവരി 1 വരെയുള്ള കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഇത് അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനുള്ള ടെൻഡർ നടപടിക്രമങ്ങളെ പോലും സാരമായി ബാധിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് രശ്മി കാർത്തിക.